അവളുണ്ടല്ലോ മുത്തശ്ശി, ഭദ്രകാളിയെ പോലെ മുന്നിൽ നിന്നത്. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശിക്കും കിട്ടിയേനെ. അവരൊറ്റ കെട്ട. നമ്മൾ കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കേസ് കൊടുക്കാനുള്ള നീക്കം ശക്തമാണ്. തൽക്കാലം അവരതിനെ കണ്ടെത്തിയിരിക്കുന്ന അഡ്വക്കേറ്റാണ് പ്രശ്നം. അയാൾക്ക് എന്താ മോളെ കുഴപ്പം? അയാൾക്ക് കുഴപ്പമേ ഉള്ളൂ. അയാള് കൊള്ളാവുന്നൊരു ആർത്തിക്കാരനാ. കൺമുന്നിൽ ചെല്ലുന്നത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ല. ചെല്ലുന്ന ആളെ തുരന്ന് അയാള് പണം കണ്ടെത്തിക്കോളും. കണിമംഗലത്തുനിന്ന് സ്വർണ്ണം എടുക്കാനാണ് പ്രിയങ്കയുടെ പ്ലാൻ എന്നറിഞ്ഞപ്പോ ഉടനെ ഞാൻ രാധികയെ വിളിച്ചു പറഞ്ഞിരുന്നു. തൽക്കാലം ആ സ്വർണം പ്രിയങ്കയ്ക്ക് വിട്ടുകിട്ടരുതെന്നും പറഞ്ഞതാ. അത് നന്നായി മോളെ. പിന്നെ എവിടെ നിന്നാ ഇവർക്ക് ഇത്രയും കാശ് ഒന്നിച്ചു കിട്ടുന്നേ? സുകുമാരിയുടെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. കാശ് അവർ ചിലപ്പോ പാതാളത്തിൽ നിന്ന് വരെ സംഘടിപ്പിക്കും. മോളെ ആരതി, അവർ കൊടുക്കുന്ന കേസ് കൊണ്ട് രാധയ്ക്കും വരുണിനും എന്തെങ്കിലും സംഭവിക്കോ? സത്യം പറഞ്ഞ സംഭവിക്കും. കേസിന്റെ അടിസ്ഥാനം എന്താ? പ്രിയങ്ക വരുണിന്റെ ഭാര്യയാണെന്ന വാദം. പകരം നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രിയങ്ക ഗർഭിണിയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ടോ പ്രിയങ്ക ഗർഭിണിയല്ല. രണ്ട്, പ്രിയങ്ക ബുദ്ധി കുറഞ്ഞവളാണെന്ന് എല്ലാവർക്കും മുന്നിൽ അഭിനയിച്ചു. പക്ഷെ സത്യത്തിൽ അതുമല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൗരവമായി തോന്നുമെങ്കിൽ പോലും കോടതിയുടെ പരിഗണന വരുമ്പോ ഈ സംഭവങ്ങളൊന്നും നിലനിൽക്കില്ല. മോളെ, ചെറിയമ്മേ, വരുൺ പ്രിയങ്കി വിവാഹം ചെയ്തതാണ്. അവരൊന്നിച്ച് കണിമംഗലത്ത് താമസിച്ചിട്ടുണ്ട്. അതും ഒരുപാട് നാള്. അവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ കോടതിക്ക് വേണ്ട തെളിവുകൾ നിരത്താൻ പ്രിയങ്കയ്ക്കും സുകുമാരിയമ്മയ്ക്കും ഈസിയായി സാധിക്കും. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? അവര് വിജയിക്കുന്ന കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ പറയുന്നത് അവര് പോകാനുള്ള സാധ്യതകളെ പറ്റിയാ. അത് അവരുടെ തന്ത്രം. ഇനി അതിന് മറുതന്ത്രങ്ങൾ മെനയാൻ നമുക്ക് പറ്റണം. എന്റെ മോളെ, നിയമത്തിന്റെ നൂലാമാലകളെ പറ്റി എനിക്കും അറിഞ്ഞൂടാ, ശ്യാമയ്ക്കും അറിഞ്ഞൂടാ. അത്തരം കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ, പിന്നെന്താ? കേസിന്റെ കാര്യങ്ങൾ സമ്പൂർണമായും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്നും എന്റെ രാധിക മോക്ക് ഓരോ പ്രതിസന്ധികളാ. സ്വന്തം അമ്മയായി ഞാൻ തൊട്ടടുത്തുണ്ടായിട്ടും എന്തും ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ടായിട്ട് പോലും അവൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുവല്ലേ. മോളെ, ഈ കേസ് എങ്ങനെയെങ്കിലും നീ ജയിക്കണം. ചെറിയമ്മയ്ക്ക് ഇതല്ലാതെ മറ്റൊന്നും അവൾക്ക് വേണ്ടി ചെയ്യാനില്ല. ചെറിയമ്മയ്ക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ? ദൈവം അംഗീകരിച്ച ബന്ധം ഏതാ? വരുണും രാധികയും തമ്മിലുള്ളത്. അപ്പൊ പിന്നെ അത് നിലനിൽക്കണം. അതല്ലാത്തതെല്ലാം നശിക്കണം. ചെറിയമ്മ ദൈവത്തിന്റെ വഴി നോക്കിക്കോ. നിയമത്തിന്റെ വഴി എനിക്ക് വിട്ടേക്ക്. അവർക്കൊന്നും സംഭവിക്കില്ല ചെറിയമ്മേ. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയിടി? അമ്പലത്തിലോ മറ്റോ പോയതാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചില്ല. ചോദിക്കണ്ട. പിന്നടി മോളെ, ഞാൻ വക്കീലിന് കാശ് കൊടുത്തു. അയാള് കേസിന്റെ പേപ്പറുകളൊക്കെ നീക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ പോയ കാര്യം എന്തായി? സ്വർണ്ണം എവിടെ? സ്വർണം കിട്ടിയില്ല മുത്തശ്ശി. പിന്നെ എല്ലാം കയ്യിൽ എത്തിയതാ.
പക്ഷെ അപ്പോഴേക്കും തല തിരിഞ്ഞു. ഓഹ്, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അവളുണ്ടല്ലോ മുത്തശ്ശി, ഭദ്രകാളിയെ പോലെ മുന്നിൽ നിന്നത്. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഛേ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശിക്കും കിട്ടിയേനെ. അവരൊറ്റ കെട്ട. നമ്മൾ കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെയൊക്കെ പിന്നിലെ ആ അഡ്വക്കേറ്റ് ആരതി വർമ്മയാ. എന്റെ ദൈവമേ, ഇന്ത്യയിൽ മൊത്തം പറന്ന് നടക്കുന്ന ഒരുത്തിയ. അവള് പോകുന്ന വിമാനത്തിനെങ്കിലും ഒരു ഇടിമിന്നൽ ഏറ്റിരുന്നെങ്കിൽ അതോടങ്ങ് തീർന്നു കിട്ടുമായിരുന്നു. എടി, നീ സ്വർണം കൊണ്ട് വരുമെന്ന് വെച്ച് ഞാൻ വക്കീലിന് കാശ് കൊടുക്കാനുള്ള തീയതിയും പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെയാ അത്? എനിക്ക് അറിഞ്ഞൂടാ. കാശുണ്ടാക്കാൻ ആകെ അറിയാവുന്ന പണി സിനിമയിൽ അഭിനയിക്കാന്നുള്ളതാ. കുറെ കാലം മാറി നിന്നതുകൊണ്ട് ഇപ്പൊ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. എടി, അങ്ങനെയൊക്കെ പറഞ്ഞാ പറ്റുവോ? കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. നീ കണിമംഗലത്തേക്ക് തിരിച്ചു കയറിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ കഷ്ടപ്പെട്ടതിന് എന്തർത്ഥമുള്ളത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശി. പക്ഷെ മുമ്പിലുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് അടഞ്ഞു പൊക്കോണ്ടിരിക്കുക. നമ്മൾ തോൽക്കുന്നുള്ള പേടിയാ ഇപ്പൊ. നീ ഒന്നും മിണ്ടാതിരുന്നേ. കണിമംഗലത്തുകാരും ആരതി വർമ്മയും ഒക്കെ നമുക്കെതിരായിക്കോട്ടെ, നമ്മൾ ഈ കേസ് നടത്തും. നീ ആഗ്രഹിക്കുന്നത് പോലെ നീ കണിമംഗലത്ത് വരുണിന്റെ ഭാര്യയായി എത്തിയിരിക്കും. Sabe?